സീരിയസ് അക്കൗണ്ടന്മാരുടെ ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ CDSകളിൽ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടന്മാർ, അതായത് രജിസ്റ്റർ ബുക്കുകൾ, പാസ്ബുക്കുകൾ, അങ്ങനെ മറ്റ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അക്കൗണ്ടന്മാർക്ക് സ്റ്റോക്ക് ഐറ്റംസ് ടാലിയിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. മറ്റ് ഐറ്റങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായി കണ്ട് മനസ്സിലാക്കുന്നതിന് സഹായിക്കും. നമ്മുടെ ബാലൻസ് ഷീറ്റിലോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലോ ഒന്നും നമ്മൾ യാതൊരുവിധ ഐറ്റംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടന്മാർ ആദ്യമായി ചെയ്യേണ്ടത് അവരുടെ കമ്പനി ഒന്ന് കോൺഫിഗർ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് F11 പ്രസ് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഇൻവെൻ്ററി പോർഷനിൽ വരുമ്പോൾ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻ്ററി എന്നുള്ള 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ഇൻവെൻ്ററി, മെയിൻറ്റെയിൻ ഇൻവെൻ്ററി എന്നുള്ള എസ് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻ്ററി എന്നുള്ള എസ് കൊടുക്കുക, എനേബിൾ മൾട്ടിപ്പിൾ പ്രൈസിംഗ് ലെവൽ എന്നുള്ളത് എസ് കൊടുക്കുക. ഈ 3 ചോദ്യങ്ങൾക്ക് എസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇതാണ് കമ്പനി സെറ്റിങ്ങിൽ വരുത്തേണ്ട മാറ്റം. നമ്മൾ സാധാരണ സർവീസ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അക്കൗണ്ട്സ് ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റോക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ഐറ്റംസ് നമ്മുടെ ടാലിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻ്ററി എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻവെൻ്ററി കൂടെ എസ് കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റി വേണം, ക്യാപിറ്റൽ ഫണ്ട് വിനിയോഗിച്ചാണല്ലോ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്. നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഓൺ ഫണ്ട് വിനിയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് സ്റ്റോക്ക് വാങ്ങുന്ന സമയത്തും നമ്മൾ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ CDSൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും CDSലേക്ക് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ രജിസ്റ്ററുകളും പാസ്ബുക്കുകളും വാങ്ങുന്നത്. പക്ഷേ മറ്റ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് വിനിയോഗിച്ച് തീർക്കുകയും എന്നാൽ ഇത് വിറ്റ് കാശാക്കി തിരിച്ച് അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ ലാഭമായിട്ട് CDSൻ്റെ തനത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് പർച്ചേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലയബിലിറ്റി സൈഡിൽ ലോണോ ഫണ്ടോ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാനുവലായിട്ട് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലോൺ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. ചെയർപേഴ്സൻ്റെ പേരിലോ അക്കൗണ്ടൻ്റെ പേരിലോ ഒക്കെയാണ് ബുക്ക് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ഫണ്ട് വിനിയോഗിക്കുന്ന സമയത്ത് ആ തുക ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റെ പേരിൽ ലോണായിട്ട് എഴുതി വെച്ചുകൊണ്ട് ഇത് വിറ്റ് തിരിച്ച് പണം അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്ന സമയത്ത് അത് റൈറ്റ് ഓഫ് ചെയ്യുന്നൊരു പ്രോസസ്സ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറില്ല. പണം എടുത്തു കൊടുത്തിട്ട് സ്റ്റോക്ക് വാങ്ങുമ്പോൾ അത് പണം കുറയുകയും ബാങ്കിൽ ബാലൻസ് കുറയുകയും കറസ്പോണ്ടിങ് കറണ്ട് അസറ്റായിട്ട് സ്റ്റോക്ക് വരികയുമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു മനസ്സിലാക്കുക. ആദ്യമേ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിലേക്ക് നമ്മുടെ ഓൺ ഫണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എടുക്കുക. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട്സിൽ ഇത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, കാരണം ബാങ്ക് ബാലൻസും ക്യാപിറ്റൽ ഫണ്ടും ഒക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരത്തില്ല. ഇത് ഡമ്മി, ഞാൻ ഇത് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഓൺ ഫണ്ട് ബാങ്ക് അക്കൗണ്ട്. ബാക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഒരു 10,000 രൂപ ബാലൻസും കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലയബിലിറ്റി സൈഡിൽ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും മിച്ചം എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ ഓൺ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഫണ്ടും 10,000 രൂപ. ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എൻട്രികൾ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ ഇങ്ങനെ ടാലിയായി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടും ക്യാപിറ്റൽ ഫണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആക്ച്വൽ പ്രോസസ്സ് വരുന്നത് നമുക്ക് സ്റ്റോക്ക് ഐറ്റമാണ് വരുന്നത്. സ്റ്റോക്ക് ഐറ്റത്തിന് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക. താഴേക്ക് വരുമ്പോൾ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. സ്റ്റോക്ക് ഐറ്റത്തിൽ വരുന്ന ഒരു ഐറ്റം പാസ്ബുക്കാണ്. പാസ്ബുക്ക് ഫോർ എനർജി. ഇവിടെ താഴേക്ക് വരുമ്പോൾ അണ്ടർ പ്രൈമറി കൊടുക്കുക. യൂണിറ്റ്സ് എന്ത് മെഷർമെൻറ്റിലാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നിലവിൽ യൂണിറ്റ്സ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ തൊട്ട് മുകളിൽ ക്രിയേറ്റ് ഉണ്ട്. ക്രിയേറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ്സ് എന്നുള്ളിടത്ത് നോട്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. അവിടെ തൊട്ട് മുകളിലായിട്ട് ക്രിയേറ്റ് ഉണ്ട്. ക്രിയേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയ വിൻഡോ വരും. അവിടെ ടൈപ്പ് സിമ്പിൾ ആണ്. സിമ്പിൾ വരുന്നത് നമ്പേഴ്സിൻ്റെ എണ്ണത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്പേഴ്സ്. ഫോർമൽ നെയിം കൊടുക്കണം. അത് വേർഡ്സിൽ എങ്ങനെയാണ് പറയുന്നത്, നമ്പർ. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് നമുക്ക് ആവശ്യമില്ല, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഡെസിമൽ പ്ലേസ് വേണ്ട, നമ്മൾ 1 എന്നുള്ളതാണ്. 1/2 എന്ന് പറയുന്ന സംഭവമില്ല നമുക്ക്. ഒരെണ്ണം പൂർണ്ണമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഡെസിമൽ പ്ലേസ് 0 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ നമ്പേഴ്സ്, NOS നമ്പേഴ്സിൻ്റെ NOS കൊടുക്കുക. ഫോർമൽ നെയിം നമ്പർ കൊടുക്കുക. ഡെസിമൽ പ്ലേസ് 0 കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കവിടെ യൂണിറ്റ്സ് വന്നേക്കുന്ന NOS വന്നു. പിന്നെ നമുക്കൊന്ന് GST ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. അവിടെ നോ ആണ് കിടക്കുന്നത്. GST ആപ്ലിക്കബിൾ എന്നുള്ളത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഒന്ന് ബാക്ക് അടിക്കുമ്പോഴേക്കും ഇത് വരും. അല്ലെങ്കിൽ N വെച്ച് N എൻ്റർ ചെയ്യുമ്പോൾ നോട്ട് ആപ്ലിക്കബിൾ വരും. നോട്ട് ആപ്ലിക്കബിൾ എൻ്റർ സെലക്ട് ചെയ്യുക. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഒന്നുമില്ല. ഇനി നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളവർ ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കണം. സപ്പോസ് ഞാൻ കൊടുക്കുന്നത് 200 ബുക്ക് 10 രൂപ വില വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. അതാണ് 1/4 1 ഏപ്രിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്കിൽ അതിവിടെ കൊടുത്തിട്ട് 2000 രൂപ സേവ് ചെയ്യുക. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സ്റ്റോക്ക് ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാസ്ബുക്ക് ഫോർ എനർജി ക്രിയേറ്റ് ചെയ്തു. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നമ്പേഴ്സാണ്. GST ആപ്ലിക്കബിൾ അല്ല. താഴേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 1/4 1 ഏപ്രിലിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം എത്രയാണോ സ്റ്റോക്ക് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ പ്രകാരം വാങ്ങിയ ബുക്കിൽ എത്ര ബാലൻസ് ഉണ്ടോ അതിവിടെ എൻ്റർ ചെയ്യുക. എൻ്റെ റേറ്റ് കൊടുക്കുക. റേറ്റ് എന്ന് പറയുന്നത് വാങ്ങിയ റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, വിൽക്കുന്ന റേറ്റ് അല്ല, വാങ്ങിയ റേറ്റ്, കോസ്റ്റ് പ്രൈസ് കൊടുത്ത് സേവ് ചെയ്യുക. രണ്ടാമതൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, രജിസ്റ്റർ ബുക്ക്. രജിസ്റ്റർ ബുക്ക് ഫോർ എനർജി, അതും അണ്ടർ പ്രൈമറി തന്നെയാണ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നമ്പേഴ്സാണ്. നേരെ GSTയുടെ അവിടെ വന്ന് റൈറ്റ് ആരോ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആപ്ലിക്കബിലിറ്റിയുടെ ഓപ്ഷൻ വരും. അവിടെ നോട്ട് ആപ്ലിക്കബിൾ എടുക്കുക. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഇല്ല. ക്വാണ്ടിറ്റി ഞാനിവിടെ രജിസ്റ്റർ 100 എണ്ണമാണ് കൊടുക്കുന്നത്. 80 രൂപ വെച്ചിട്ട് 100 എണ്ണം. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് എന്നിട്ട് നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ഡിഫറൻസ് 10,000 രൂപ കാണുന്നുണ്ട്. അതായത് നമ്മൾ 10,000 രൂപ ക്യാഷ് ബാലൻസും 10,000 രൂപയുടെ സ്റ്റോക്കുമാണ് നമ്മുടെ ഉള്ളത്. പക്ഷേ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടായിട്ട് 10,000 രൂപ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടിൽ ഞാനൊന്ന് 20,000 ആക്കി മാറ്റുകയാണ്. സ്റ്റോക്ക് ഓപ്പണിംഗ് എൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എൻട്രി ഇട്ടതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ ഫ്രഷ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. ഇനി
നമുക്കിനി വിൽക്കുമ്പോൾ എങ്ങനെയാണ് എൻട്രി എന്നുള്ളത് നോക്കാം. വിൽക്കുന്നതിന് വേണ്ടിയിട്ട് വൗച്ചർ എൻട്രിയാണ് ബി പ്രസ് ചെയ്യുക. നമ്മൾ സെയിലാണ് നടത്തുന്നത്. സെയിൽ നടത്തുമ്പോൾ F9 ആണ് പ്രസ് ചെയ്യേണ്ടത്. F9 പ്രസ് ചെയ്യുക. ഇവിടെ രണ്ട് തരത്തിലാണ് നമ്മുടെ റെസിപ്റ്റ് വരുന്നത്. ഒന്ന് ക്യാഷ് മോഡ് അല്ലെങ്കിൽ ഓൺ ഫണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്യാഷ് വാങ്ങിച്ചിട്ടാണ്. ക്യാഷ് മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടോ കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ സെയിൽസ് ലെഡ്ജർ, നമ്മൾ ഈ സാധനം വിൽക്കുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന സെയിൽസ് ലെഡ്ജറാണ്. അവിടെ സെയിൽസ് എന്ന് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡിഫോൾട്ട് ഇപ്പം നിൽക്കുന്നത് ക്രിയേറ്റിലാണ്. ക്രിയേറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സെയിൽസ് എന്ന് എൻ്റർ ചെയ്യുക. അണ്ടർ കൊടുക്കേണ്ടത് സെയിൽസ് തന്നെയാണ്. ടാലിയിൽ ഡിഫോൾട്ട് സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, അത് തന്നെ അണ്ടർ കൊടുക്കുക. ടൈപ്പ് ഓഫ് ലെഡ്ജർ പിന്നെ ചോദിക്കുക, നോട്ട് ആപ്ലിക്കബിൾ ആണ്. GST ആപ്ലിക്കബിൾ, റൈറ്റ് വരെ പ്രസ് ചെയ്യുമ്പോൾ ഇത് നോട്ട് ആപ്ലിക്കബിൾ വന്നോളും. ഇതെല്ലാം നോട്ട് ആപ്ലിക്കബിൾ ആണ്, നമുക്കൊന്നും വിഷയമില്ല. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങൾ റെസിപ്റ്റ് മോഡ് ക്യാഷ്, ലെഡ്ജർ സെയിൽസ് ലെഡ്ജറാണ്. നമ്മൾ വിൽക്കാൻ പോകുന്നത് പാസ്ബുക്കാണ്. പാസ്ബുക്ക് ഫോർ NH 10 എണ്ണം വിൽക്കുന്നു. റേറ്റ് ഇപ്പോൾ 15 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്, 150 രൂപ. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സെയിൽസ് രേഖപ്പെടുത്തിയാണ്. ബി പ്രസ് ചെയ്യുക, വൗച്ചർ എൻട്രി എടുക്കുക. അതിൽ നിന്നും F8 പ്രസ് ചെയ്യുമ്പോൾ സെയിൽസിലേക്ക് വരും. സെയിൽസിൽ റെസിപ്റ്റ് മോഡ് അല്ലെങ്കിൽ പാർട്ടിയുടെ പേര് ചോദിക്കും. നമ്മൾ സാധാരണ പാർട്ടിയുടെ പേര് അടിക്കാറില്ല. പൈസ വരുമ്പോൾ പിന്നെ പാർട്ടിയുടെ പേര് അപ്രസക്തമാണ്. അതുകൊണ്ട് ക്യാഷ് മോഡലാണ് വിൽക്കുന്നത്. പിന്നെ സെയിൽസ് ലെഡ്ജർ എന്നുള്ളത് സെയിൽസ്, അത് പുതുതായതുകൊണ്ട് മാത്രമാണ് സെയിൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഫസ്റ്റ് ടൈം മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. സെയിൽസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ്. അത് സേവ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം നോട്ട് ആപ്ലിക്കബിൾ കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ പാസ്ബുക്ക് ഫോർ NH എന്ന് പറയുന്ന സെയിൽസ് ഐറ്റം അടിച്ചു. അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തു. ഇവിടെ റേറ്റ് കൊടുക്കുന്നത് വിൽക്കുന്ന റേറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട് 10,000 രൂപ. സെയിൽസിൽ 150 രൂപ സെയിൽസ് കാണിക്കുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളതിൽ നമ്മളിപ്പോൾ വിറ്റിരിക്കുന്നത് 10 ബുക്ക് 10 രൂപ വെച്ച് 100 രൂപ വിലയുള്ള ബുക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പം അതിൽ 10,000-ൽ 100 രൂപ കുറഞ്ഞിട്ട് ബാക്കി 9,900 രൂപ സ്റ്റോക്ക് വരുന്നുണ്ട്. എക്സസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ, നമുക്ക് കിട്ടുന്ന തനത് ഫണ്ട് ലാഭം, ബുക്ക് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ലാഭമാണ് ഇവിടെ 50 രൂപ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് അത് സെപ്പറേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 10 പാസ്ബുക്ക് വിറ്റപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം. നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് 20,000 രൂപയാണ് ക്യാപിറ്റൽ ഫണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് 9,900 ഉണ്ട്. 150 രൂപ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപയുണ്ട്. പ്രോഫിറ്റ് 50 രൂപ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഈ പണത്തിന് ഒരു രജിസ്റ്റർ കൂടെ വിൽക്കാം. നമുക്ക് അടുത്ത ദിവസം ക്യാഷിന് തന്നെയാണ് വിൽക്കുന്നത്. ഡേറ്റ് തൊട്ടടുത്ത ദിവസം നമ്മൾ കൊടുക്കാം. സെയിൽസ് സെലക്ട് ചെയ്തു. രജിസ്റ്റർ ബുക്ക് ഫോർ NH 1 സെലക്ട് ചെയ്തു. നമ്മൾ വിൽക്കുന്നത് 100 രൂപയ്ക്കാണ്. നമ്മൾ സേവ് ചെയ്യുകയാണ്. രജിസ്റ്റർ ബുക്ക് സെലക്ട് ചെയ്തു. ഒരു ഐറ്റം അത് വിൽക്കുന്നു. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് വിറ്റു. സേവ് ചെയ്തു. ഇപ്പം നമുക്കിനി 250 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയ നമുക്ക് കോൺട്രാ ഇട്ടിട്ട് ബാങ്കിലേക്ക് അടയ്ക്കാം. അതിനുവേണ്ടി കോൺട്രാ എടുക്കുക. ഓൺ ഫണ്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ക്യാഷ് സെലക്ട് ചെയ്യുക. 250 രൂപ അക്കൗണ്ടിലേക്ക് അടച്ചപ്പോൾ ക്യാഷ് ബാലൻസ് 0 ആയി. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഓപ്പണിംഗ് ബാലൻസ് 10,000 രൂപ തന്നെ. പ്രോഫിറ്റ് നേരത്തെ കാണിച്ച 50-ൽ നിന്നും ഒരു രജിസ്റ്റർ വിറ്റപ്പോൾ കിട്ടി 20 രൂപ കൂട്ടിയിട്ട് 70 രൂപ വന്നു. സെയിൽസ് മൊത്തം 250 രൂപയാണ്. പാസ്ബുക്ക് ഇനിയുള്ളത് നേരത്തെ 9,900 ആയിരുന്നു. അതിൽ നിന്നും 80 രൂപയുടെ കുറഞ്ഞിട്ട് 9,820 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിൽ 70 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഫണ്ട് 20,000 ഉണ്ട്. സ്റ്റോക്ക് 9,820 ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ 10,000 പ്ലസ് 250 നമ്മളിപ്പോൾ അടച്ചുകൊണ്ട് ചേർത്ത് 10,250.
അപ്പോൾ ഇതാണ് സെയിൽസ് നടക്കുമ്പോഴുള്ള എൻട്രികളും അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ബാലൻസ് ഷീറ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി നമുക്കൊരു സ്റ്റോക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ബി പ്രസ് ചെയ്യുക, F9 പ്രസ് ചെയ്യുക. F9 പ്രസ് ചെയ്യുമ്പോൾ പർച്ചേസ് എൻട്രി വരും, സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ വിൽക്കുന്നത് സാധാരണഗതി ഓൺ ഫണ്ട് അക്കൗണ്ടിൽ നിന്നാണ് വിൽക്കുന്നത്. ഓൺ ഫണ്ട് അക്കൗണ്ട് സെലക്ട് ചെയ്തു, ബാക്കിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പർച്ചേസ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ ഒരു പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് എന്ന് ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ടാലിയിൽ ഡിഫോൾട്ട് ഉള്ളതാണ്. ടൈപ്പ് ഓഫ് ലെഡ്ജർ ഒന്നും വേണ്ട. GST ആപ്ലിക്കബിൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഇതെല്ലാം നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പാസ്ബുക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ 50 പാസ്ബുക്ക് വാങ്ങുക. അപ്പോൾ ഡിഫോൾട്ട് റേറ്റ് അവിടെ കാണിക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുക. നമ്മുടെ സ്റ്റോക്കിൻ്റെ റേറ്റ് 10 രൂപയായിരുന്നു. 500 രൂപയുടെ പാസ്ബുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. 50 ബുക്ക് കൂടെ പർച്ചേസ് ചെയ്തു. അപ്പം നമ്മുടെ കയ്യിൽ 200 ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ 10 എണ്ണം വിറ്റു. അപ്പം 190. ഇപ്പോൾ 50 എണ്ണം കൂടെ വാങ്ങിച്ചപ്പോൾ വേണ്ടി 240 ബുക്ക് അവിടെ കാണണം. പിന്നെ പർച്ചേസിൻ്റെ എൻട്രി നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ്. പർച്ചേസ് എൻട്രി ഇടുന്ന സമയത്ത് എവിടുന്നാണോ ഫണ്ട് പോകുന്നത്, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യുക. പർച്ചേസ് ലെഡ്ജർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അത് ഫസ്റ്റ് ടൈം മാത്രം ചെയ്താൽ മതി, പിന്നീട് ചെയ്യേണ്ട കാര്യമില്ല. വിൽക്കുന്ന ഐറ്റം വാങ്ങുന്ന ഐറ്റം അതാണ് ഇവിടെ അടുത്ത് താഴെ കൊടുക്കേണ്ടത്. സ്റ്റോക്ക് ഐറ്റം, പാസ്ബുക്ക് ഫോർ NG, എണ്ണം കൊടുക്കുക, വാങ്ങുന്ന റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും എങ്ങനെ വരും നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഓപ്പണിംഗ് 10,000 ഉണ്ടായിരുന്നുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ട് നേരത്തെ 9,820 രൂപയായിരുന്നു. ഇപ്പോൾ അത് 10,320 ആയിട്ട് കൂടിയിട്ടുണ്ട്. പാസ്ബുക്കിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പാസ്ബുക്കിൻ്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യം ഓപ്പണിംഗ് 200 ആയിരുന്നു. അതിൽ നിന്നും ജൂലൈ മാസത്തിൽ 2 ഇടപാടുകളാണ് നിൽക്കുന്നത്. ഒന്ന് സെയിൽ 10 എണ്ണം, 2 പർച്ചേസ് 50 എണ്ണം. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ 240 ബുക്കുണ്ട്. അതിൻ്റെ വില 2,400 രൂപ. രജിസ്റ്റർ ബുക്കിനകത്ത് 100 ബുക്കായിരുന്നു. അതിൽ ഒരെണ്ണം പോയി ബാക്കി 950 എണ്ണം സ്റ്റോക്കുണ്ട്. അതിൻ്റെയും ഇവിടെ കാണാൻ കഴിയും. ഇനി പർച്ചേസിൻ്റെ സെയിൽസിൻ്റെ ഓരോ എൻട്രി കൂടെ കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വൗച്ചർ എൻട്രി എടുക്കുക. പർച്ചേസ് ആണ് ചെയ്യുന്നത്. പൈസ കൊടുക്കുന്നത് ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നത്. ബാങ്ക് സെലക്ട് ചെയ്യുക, പർച്ചേസ് സെലക്ട് ചെയ്യുക, രജിസ്റ്റർ ബുക്ക് ഫോർ NG എന്നുള്ളത് സെലക്ട് ചെയ്യുക. 10 ബുക്ക് സെലക്ട് ചെയ്യുന്നു. 10 ബുക്ക് 80 രൂപ വെച്ച് 800 രൂപയാണ്. അത് സേവ് ചെയ്യുന്നു. ഇതിൻ്റെ സെയിലാണ്. സെയിൽ ഒന്നുകൂടി കാണിക്കാം. വരുന്നത് ക്യാഷാണ്. ക്യാഷ് എൻട്രി ചെയ്ത് പോവുക. താഴെ വരുമ്പോൾ സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യുക. രജിസ്റ്റർ ബുക്ക് 2 എണ്ണം 100 രൂപ വെച്ച് 200 രൂപ. പാസ്ബുക്ക് 20 എണ്ണം 15 രൂപ വെച്ച് 300 രൂപ, മൊത്തം 500 രൂപ. ഇതാണ് സെയിൽസിൻ്റെ എൻട്രി. ഓക്കെ, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ ആനുപാതികമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കുമ്പോൾ തന്നെ പ്രോഫിറ്റ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. സെയിൽസ് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. സെയിൽസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആദ്യം 10 ബുക്ക് വിറ്റു, പിന്നെ രജിസ്റ്റർ വിറ്റു, പിന്നെ 500 രൂപയുടെ ബുക്ക് 200, 300 ആയിട്ട് 500 രൂപയുടെ ബുക്ക് വിറ്റു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം വെച്ചാൽ ലയബിലിറ്റി സൈഡിൽ പ്രത്യേകിച്ചൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രി ഇടാൻ ബുദ്ധിമുട്ടാണ്. ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അതിന് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽക്കുന്ന പൈസ ഒന്നുകിൽ സ്റ്റോക്ക് കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ വിൽക്കുന്ന പൈസ അക്കൗണ്ടിലേക്ക് പോകണം. സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ എണ്ണം മതി. നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എണ്ണം അത് ഇതുമായിട്ട് മാച്ചിങ് ആയി പോയാൽ മതി. വിൽക്കുന്ന പൈസ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഇടപാടുകൾ ക്ലോസ് ആയിക്കോളും. നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ.